ഹലോ. ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 3 തക്കാളിയും 2 സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഓരോ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ടോപ്പിങ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ റെഡ് സോസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള അതിലോട്ട് ഇടാം. അതിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇട്ടതിന് ശേഷം സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡിലാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ എങ്ങനെയാണ് സാധാരണ പിസ്സ വീട്ടിലുണ്ടാക്കുക എന്നുള്ള രീതിയിൽ. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആവശ്യമുള്ള ഒരു സാധനങ്ങളുമില്ല. ആകെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പം വേണ്ട മെയിൻ സാധനം എന്ന് പറയുമ്പോൾ ഓർഗാനോ ആണ് നമുക്കിതിൽ മെയിൻ വേണ്ട ഒരു ഇത്. എന്നാലേ ആ പിസ്സയ്ക്ക് ആ ഒരു ഫ്ലേവർ, പിസ്സയുടെ തന്നെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് ആ ഓർഗാനോ ഇടുമ്പോഴാണ്. അല്ലാതെ ഈ സവാള, തക്കാളി, പിന്നെ ക്യാപ്സിക്കം ഒക്കെ മിക്കപ്പോഴും നമ്മളെ വീട്ടിൽ കാണുന്നതാണ്. പിന്നെ നമുക്ക് കെച്ചപ്പ് ആണെങ്കിലും ഇപ്പം നമ്മളെ വീട്ടിലെല്ലാവരുടെയും കയ്യിലും കെച്ചപ്പ് ആണെങ്കിലും സോയ സോസ് ആണെങ്കിലും കാണും. അപ്പം ഇത് മാത്രം മതി നമുക്ക് ഈ ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈറ്റ് സോസിനാണെങ്കിലും എല്ലാം നമ്മളെ വീട്ടിൽ പാലും അതൊക്കെ നമ്മളിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സവാള വരണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ഇതാകുമ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ചൂടുവെള്ളം നേരത്തെ ഫ്ലാസ്കിലെടുത്ത് വെച്ചേക്കും. അപ്പോൾ കുക്കിംഗ് പെട്ടെന്ന് നമുക്ക് ഈസി ആവും. അപ്പം ഞാൻ ചൂടുവെള്ളം കുറച്ചൊരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും 1 സ്പൂൺ കാശ്മീരി പൗഡറാണ് കേട്ടോ ഇടുന്നത്. അല്ലെങ്കിൽ 1/2 സ്പൂൺ സാധാ മുളക് പൊടി ഇട്ടാലും മതി. ഒരുപാട് എരി വേണ്ട. ഒരുപാട് എരി ഞാൻ ചേർക്കുന്നില്ല. എരി വേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു മുളക് പൊടി എക്സ്ട്രാ ചേർക്കാം. പിന്നെ ഓർഗാനോ ഒരു 1/2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം കുറച്ചൊന്ന് കുക്കായി കാണും. അപ്പോൾ ഞാൻ 1 സ്പൂൺ കെച്ചപ്പും 2 സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മധുരിപ്പ് എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കെച്ചപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഒരു മധുരം വേണ്ടവർക്ക് 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കും. പക്ഷെ ഞാൻ ചേർത്തില്ല. ഞാൻ ഒരു കെച്ചപ്പും സോയ സോസും മാത്രമേ ചേർത്തുള്ളൂ. എന്നിട്ട് അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഉടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ലാസ്റ്റ് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ നല്ലോണം അരയ്ക്കണം, അത് പേസ്റ്റ് ആക്കണമല്ലോ. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ റെഡ് സോസിനുള്ള കാര്യങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഈസി സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇനി വൈറ്റ് സോസിന് നമ്മൾ ആദ്യം ഒരു ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യായാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാനൊരു 1 സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ 1 സ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബ്രൗണിഷ് ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ 1 കപ്പ് പാലാണ് എടുത്ത് കൊടുക്കുന്നത്. അത് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കത്തില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ. 2 പാർട്ടായിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ആദ്യം ഒഴിച്ചപ്പോഴത്തേക്കും ഞാൻ തീ നല്ല കൂടിപ്പോയി. റെഡ് സോസ് എല്ലാം നമ്മൾ ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിലിടണ്ട. ഈ വൈറ്റ് സോസ് ആണെങ്കിലും ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പം പെട്ടെന്ന് കട്ട പിടിക്കുകയും ഇതാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ആദ്യത്തെ എൻ്റെ പെട്ടെന്ന് കട്ട പിടിച്ചായിരുന്നു. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അത് ചൂടായി വന്നപ്പോഴാണ് റെഡിയായത്. പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കറക്റ്റാണോ നമ്മൾ നോക്കുക. ഉപ്പ് ആവശ്യമുള്ളത് ഒക്കെ നമ്മൾ ഒരു ഇതിൽ ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞാൽ അതൊക്കെ കൈ കണക്കാട്ടോ. ഞാനത് എത്രയാണെന്ന് ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ എത്ര വേണം എന്നുള്ളത്. അത് ഉപ്പിട്ട് നല്ലോണം നമ്മൾ ഇളക്കി അത് കുറുകി വരുമ്പോഴത്തേക്കും ഓർഗാനോ ഇട്ട് കൊടുക്കുക. അതാണ്ട് ഇതിലും ഞാൻ 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി അതൊന്ന് കുറുകാൻ വേണ്ടി ഇതാക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് എനിക്ക് പേടി ഉപ്പിടാൻ ഒരുപാട് കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇടത്തുള്ളൂ. പിന്നെ വേണ്ട നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് സിമ്പിളല്ലേ, പാലൊക്കെ നമ്മളെ കയ്യിൽ കാണുന്നതല്ലേ. പിന്നെ നെയ്യ് ബട്ടർ ഇല്ലെങ്കിലും നെയ്യ് നമുക്ക് എന്തായാലും കാണും. മൈദ മാവ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു എരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈറ്റ് സോസ് നല്ല കുറുകി സെറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മൾ റെഡ് സോസിനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മിക്സിക്കകത്തോട്ടിട്ട് അത് നല്ല ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുക കേട്ടോ. ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് ആയതുണ്ടോ. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞാലേ
നമുക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് കട്ടയായിട്ട് കിടക്കും. അതിൻ്റെ അതെല്ലാം ആ തക്കാളിയുടെ പച്ച ഒരു ഇത് മാറത്തേയില്ല, തക്കാളി പച്ച കണക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പം ഞാനിവിടെ പിസ്സ ബേസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ പിസ്സ ബേസ് വാങ്ങിക്കാൻ കിട്ടിയപ്പോൾ ഇതാക്കിയതാണ്, വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കുബൂസില്ലേ, അതായാലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ആയാലും മതി കേട്ടോ. അത് നമ്മൾ ആദ്യം റെഡ് സോസ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തേച്ചതിന് ശേഷം എല്ലായിടത്തും ഞാൻ നല്ല രീതിയിൽ റെഡ് സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കവറാവുന്ന രീതിയിൽ തന്നെ ഞാൻ റെഡ് സോസ് ചേർക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ചെറിയ സ്പൈസി വേണമെന്നാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വൈറ്റ് സോസും കൂടെ അതിന് മുകളിൽ ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഓരോ ടോപ്പിങ്സ്, നമ്മുടെ കയ്യിലുള്ള ടോപ്പിങ്സ്, ഒലിവ്സ് വേണമെങ്കിൽ ഒലിവ്സ് ഉള്ളവർക്കാണെങ്കിൽ ഒലിവ്സ് ചേർക്കാം. പിന്നെ ഞാനിവിടെ സവാളയും ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. പിന്നെ ചിക്കൻ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസത്തെ ഷവായിയുടെ ചിക്കൻ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളകും പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചിട്ട് അതും അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് നമുക്ക് എന്തായാലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ചീസ് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിൽ ഇല്ലാത്തതും ചേർത്ത് കൊടുക്കുന്നില്ല. ഉള്ളവർക്കാണെങ്കിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും, ഒരു ചീസ് പുള്ളൊക്കെ ആവശ്യമുള്ളവർക്ക്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഓർഗാനോ ഇട്ട് ടോപ്പിങ്സായിട്ട് ഓർഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് കുറച്ച് എരിക്ക് വേണ്ടിയിട്ട്. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പിസ്സയുടെ ഇത് നമ്മളങ്ങോട്ട് ചേർത്ത് എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ കേട്ടോ, നല്ല തീ കുറച്ച് അടച്ച് വെച്ചിട്ട് കുറച്ച് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പിസ്സ നല്ല അടിപൊളി ആയിട്ട് സോസൊക്കെ അതിനകത്തോട്ട് ഇതാക്കി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് നല്ല കഴിക്കാൻ പറ്റും. പിന്നെ മോന് ഞാൻ വൈറ്റ് സോസ് വെച്ച് മാത്രം ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. വൈറ്റ് സോസിലും വൈറ്റ് സോസ് മാത്രം ഇട്ടിട്ട് ചിക്കനും കൂടെ ഇട്ടു. ചിക്കൻ ഞങ്ങൾക്ക് നല്ല കുറച്ചും കൂടെ പിച്ചി ഇതാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. കഴിക്കാൻ പറ്റണമല്ലോ, അല്ല വലിയ പീസസൊക്കെ ആകുമ്പോൾ കുഞ്ഞല്ലേ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കൈ കൊണ്ട് പിച്ചി ഇതാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് വൈറ്റ് സോസ് മാത്രം ഇത് കണക്ക് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സ്നാക്ക് ടൈമിലോ അല്ലാത്ത സമയത്തിലോ ഇതേപോലെ വൈറ്റ് സോസ് മാത്രം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടും, ബ്രെഡിലാണെങ്കിലും കേട്ടോ. അങ്ങനെ വേണ്ട നമ്മളെ പിസ്സ ഇവിടെ റെഡിയായി. ഞാൻ കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ. നമ്മൾ ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് പിസ്സ ആണെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിച്ചിട്ടും പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ താണ്ടെ ആളുടെ അഭിപ്രായം കേട്ടല്ലോ. ഇത് ഞാൻ പറയിപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കോംപ്ലിമെൻറ്റ്സൊക്കെ തന്നെയും പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്തപ്പം അതും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് ഇപ്പോഴത്തെയും പോലെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ആൾ കഴിച്ചതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പിസ്സ അതും കഴിക്കുന്നുണ്ട്, എൻജോയ് ചെയ്ത് ആൾക്ക് ടേസ്റ്റ് ആവുന്ന നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പം പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും നല്ല അടിപൊളി പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇങ്ങനത്തെ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.